എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 24-25 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, മികച്ച കളക്ടറേറ്റിനുള്ള 2024 സംസ്ഥാന റവന്യൂ വകുപ്പ് പുരസ്കാരം ലഭിച്ചത്. മികച്ച കളക്ടറേറ്റിനുള്ള 2024 സംസ്ഥാന റവന്യൂ വകുപ്പ് പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറാണ് ജെറോമിക് ജോർജ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഈ വർഷത്തെ പി സുകുമാരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഈ വർഷത്തെ പി സുകുമാരക്കുറുപ്പ് സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ്. ആർക്കാണ്? സി രാധാകൃഷ്ണൻ. ഓർത്തിരിക്കുക. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു. സുദർശൻ സേതു സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്ത്. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് ആരാണ്? KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് പ്രമോജ് ശങ്കർ ആണ്. ആരാണ്? പ്രമോജ് ശങ്കർ. ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണെന്നാണ് ചോദ്യം. ചോദ്യം എന്താണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിന്റെ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക. ശുഭ്മാൻ ഗില്ലാണ് ആൻസർ വരുന്നത്. നമ്മുടെ ആറാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ ഫോം ചെയ്ത വർഷം 1936 ആണ്. ഒഡീഷയുടെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നവീൻ പട്നായിക് ആണ്. ഒഡീഷയുടെ ക്യാപിറ്റലോ ഭുവനേശ്വർ ആണ്. ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം ഏതാണ്? തളിപ്പറമ്പ്. ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 അന്തരിച്ച മനോഹർ ജോഷി ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? 2024 അന്തരിച്ച മനോഹർ ജോഷി എന്ന വ്യക്തി ഏത് സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്നാണ് ചോദ്യം. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 1995 മുതൽ 99 വരെയുള്ള കാലഘട്ടത്തിൽ മഹാരാഷ്ട്ര ഭരിച്ചിരുന്നത് മനോഹർ ജോഷി ആയിരുന്നു. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനായും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ പിന്തുണ നൽകുന്നതിനായും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കണം. SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനായും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആവശ്യമായ പിന്തുണ നൽകുന്നതിനായും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിച്ച ടോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രമാണ് ഏത്? വി ഹെൽപ്പ്. അപ്പൊ ഇതിന് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ഈ നമ്പർ ആയിരിക്കും ഈ വി ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്പർ എത്രയാണ്? 180042252844. ഓർത്തിരിക്കുക. നമ്പർ ഒന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട. നമ്മൾ ജസ്റ്റ് വി ഹെൽപ്പ് എന്താണെന്നും ഏത് വകുപ്പാണ് നടത്തുന്നതെന്നും മാത്രം ഓർത്തിരിക്കുക. നമ്മുടെ പത്താമത്തെ ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യ ഇന്ത്യൻ താരമാരാണ്? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 1000 റൺസും 100 വിക്കറ്റും നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് രവിചന്ദ്രൻ അശ്വിൻ. ഇന്ത്യയുടെ ഓൾറൗണ്ടർ ആണ് ആര്? രവിചന്ദ്രൻ അശ്വിൻ. ഈ കഴിഞ്ഞ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിലാണ് അശ്വിൻ ഈ നേട്ടം കൈവരിച്ചത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ 11ാമത്തെ ചോദ്യം, പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ഹ്യൂമൻ ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം. പാമ്പിൻ വിഷം നിർവീര്യമാക്കുന്ന സിന്തറ്റിക് ഹ്യൂമൻ ആന്റിബോഡി വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഇത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. ഓർത്തിരിക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 12ാമത്തെ ചോദ്യം, കേരള സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി. കേരള സർക്കാർ മേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രിയാണ് RCC തിരുവനന്തപുരം. നമ്മുടെ 13ാമത്തെ ചോദ്യം, വനിതാ പ്രീമിയർ ലീഗിൽ
5 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആശാ ശോഭനയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്ലെയർ ആണ് ആശാ ശോഭന. ആശാ ശോഭന ഒരു മലയാളിയാണെന്നൂടെ ഓർത്തു വെക്കുക. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ 14ാമത്തെ ചോദ്യം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. പദ്ധതിയുടെ പേരാണ് സേഫ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ 15ാമത്തെ ചോദ്യം. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരാൻ പോകുന്നത് തൂത്തുക്കുടിയിലാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ 16ാമത്തെ ചോദ്യമാണ്. ബഹിരാകാശ മേഖലയിൽ 100% വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയ ആദ്യ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഇന്ത്യയാണ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ 17ാമത്തെ ചോദ്യം. കേരളത്തിലെ സാങ്കേതിക വിദ്യാ രംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് KTX 2024 വേദിയാകുന്നത്. കേരളത്തിലെ സാങ്കേതിക വിദ്യാ രംഗത്തിന്റെ മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള ടെക്നോളജി എക്സ്പോയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണമെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.